ഇത് ഓണാക്കിയ ഫോണോ ശബരിഗിരിതൻ ഹരിതഭൂമി മലിനമാക്കാതെ, ശബരിഗിരിതൻ ഹരിതഭൂമി മലിനമാക്കാതെ, ഹരിഹരാത്മജ മന്ദിരത്തെ ഹൃദയമാക്കിയിടൂ, ഹൃദയമാക്കിയിടൂ. പുണ്യം പൂങ്കാവനം ഇന്നൻ മന്ത്രാക്ഷരം, പുണ്യം പൂങ്കാവനം ഇന്നൻ മന്ത്രാക്ഷരം, പുണ്യം പൂങ്കാവനം ഇന്നൻ മന്ത്രാക്ഷരം, പുണ്യം പൂങ്കാവനം ഇന്നൻ മന്ത്രാക്ഷരം. ശബരിഗിരിതൻ ഹരിതഭൂമി മലിനമാക്കാതെ, ശബരിഗിരിതൻ ഹരിതഭൂമി മലിനമാക്കാതെ, ഹരിഹരാത്മജ മന്ദിരത്തെ ഹൃദയമാക്കിയിടൂ, ഹൃദയമാക്കിയിടൂ. പുണ്യം പൂങ്കാവനം ഇന്നൻ മന്ത്രാക്ഷരം, പുണ്യം പൂങ്കാവനം ഇന്നൻ മന്ത്രാക്ഷരം, പുണ്യം പൂങ്കാവനം ഇന്നൻ മന്ത്രാക്ഷരം, പുണ്യം പൂങ്കാവനം ഇന്നൻ മന്ത്രാക്ഷരം. ശബരിഗിരിതൻ ഹരിതഭൂമി മലിനമാക്കാതെ, ശബരിഗിരിതൻ ഹരിതഭൂമി മലിനമാക്കാതെ, ഹരിഹരാത്മജ മന്ദിരത്തെ ഹൃദയമാക്കിയിടൂ, ഹൃദയമാക്കിയിടൂ. പുണ്യം പൂങ്കാവനം ഇന്നൻ മന്ത്രാക്ഷരം, പുണ്യം പൂങ്കാവനം ഇന്നൻ മന്ത്രാക്ഷരം, പുണ്യം പൂങ്കാവനം സ്വാമി ശരണമയ്യപ്പ, പുണ്യം സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ശബരിമല സന്നിധാനത്തിൽ പുണ്യം പൂങ്കാവനം പദ്ധതി തുടങ്ങിയിട്ട് 10 വർഷമായി. 2011 ആരംഭിച്ച ഈ പദ്ധതി ശബരിമല സന്നിധാനത്തിൽ തുടങ്ങി
പിന്നീട് നിലയ്ക്കലും എരുമേലിയിലും ശബരിമലയിലേക്ക് വരുന്ന സ്വാമിമാരുടെ ഇടത്താവളങ്ങളിലുമെല്ലാം ആയി ഇന്ന് ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് അയ്യപ്പ സ്വാമിമാർക്ക് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 10ാമത്തെ വാർഷികമായ ഈ വർഷത്തെ സീസണിൽ നമുക്ക് സന്ദേശം നൽകി ഭദ്രദീപം തെളിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ പരിപാടികൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ശബരിമല സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടാതെ ഇന്ത്യയിലുടനീളം പുണ്യപൂങ്കാവനം കേന്ദ്രങ്ങൾ രൂപീകരിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറായിട്ടുണ്ട്. അതനുസരിച്ച് സ്വാമി ഭക്തന്മാരെല്ലാം ഇന്ത്യയിലുടനീളമുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെയുള്ള സ്വാമി ഭക്തന്മാരെല്ലാം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. വളരെ കുറച്ച് അയ്യപ്പന്മാർക്ക് മാത്രമേ സന്നിധാനത്തിലെത്തി അയ്യപ്പസ്വാമിയെ ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കുറവ് നമുക്ക് പുണ്യപൂങ്കാവനത്തിന്റെ ഈ ഓൺലൈൻ സൂം മീറ്റിങ്ങിലൂടെ നിർത്താനാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വളരെയധികം സ്വാമിമാർക്ക് ശബരിമലയിൽ നടക്കുന്ന നമ്മുടെ പൂജാ കർമ്മങ്ങളും പടിപൂജയും മറ്റും നമുക്ക് ഓൺലൈനായിട്ട് ലൈവായിട്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. നമുക്ക് നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശ്രീ ജയരാജ് നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കേരളമൊട്ടാകെ ഉള്ള അയ്യപ്പ ഭക്തന്മാർക്ക് അതുപോലെ തന്നെ നമ്മളെ കാത്തിരിക്കുന്ന കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെയുള്ള അയ്യപ്പ സ്വാമിമാർക്ക് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് സ്വാഗതം ഓതുന്നതിന് വേണ്ടി ഇന്നിവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ഓതുന്നതിന് വേണ്ടി ശ്രീ പി വിജയൻ IPS അവറുകൾ IGP ഹെഡ്ക്വാർട്ടേഴ്സ് ആൻഡ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ പുണ്യപൂങ്കാവനത്തിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സ്റ്റേറ്റ് പോലീസ് ചീഫ് ശ്രീ ലോക്നാഥ് ബെഹ്റ IPS, ഇന്നത്തെ നമ്മുടെ ഈ വർഷത്തെ പുണ്യപൂങ്കാവനം ചടങ്ങ് പ്രവർത്തനങ്ങൾ രാജ്യമൊട്ടാകെ we are starting this program throughout the nation. Many of the Ayyappa devotees from different parts of the world attending to this program through Zoom and Facebook, YouTube, Instagram and other social media platforms. So our Honorable Brahmashri Pandara Rajayur Swami, Honorable Justice Gobinathan sir, he'll be attending from High Court of Kerala, Cochin, and our respected President Travancore Devasam Board Sri N. Basu, he is attending another meeting. He will be joined very quickly. Other dear devotees and friends. This year, it's a very unique year for a student. This Punyam is concerned. It reaches its the 10th year. It was started in the year 2011, November 23rd, and it just started in a very humble manner. രാവിലെ 1 മണിക്കൂർ നേരം ക്ലീൻ ചെയ്തുകൊണ്ട് ആരംഭിച്ച ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം മെമ്പർമാരും ദേവസ്വത്തിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ മെമ്പർമാരും അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം, all these different people from different walks of life, but the common thing is that they are devoted to Lord Ayyappa. And later it shifted to this. It's started in the evening, then it moved to Pamba, Erimeli, Nelekkal, Vandiperiyar, then to Erimeli. Erimeli, it has become, in many ways, it's very unique that it has become a movement. It is a movement in the sense that people's movement, all persons from all religious faiths,
Hindu, Christian, Muslims under the leadership of Irimeli Jama Masjid. It has been a people's movement there. This year, we are aware that this year it is very difficult year for us. All over the world, the COVID pandemic has created such a havoc in the world. In such a situation, it is very difficult to entertain all the devotees in Sabarimala. So there are a lot of restrictions we have put. Only very minimal number of devotees will be able to get darshan here. In this particular situation, this Punyam Bungavanam is, we are thinking that this is to convert each place of worship, either it is Hindu, Muslim or Christian, as a holy place, in the sense that all the devotees get involved in the activities of these religious places. So we proposed that is this year, wherever there is a pond, ഒരു കുളമുണ്ടെങ്കിൽ അത് നമ്മൾ അത് ഭംഗിയാക്കി കൊണ്ടുനടക്കുക. അതുപോലെ തന്നെ set up a garden in each temple or each place of worship. We have started with Palayam Valiyapalli in Trivandrum. That day there was some tree saplings was actually planted. Many other temples we are starting this year. Many other religious places, Hindu, Christian faith, various temples and other places we are starting this year, this Punyam Bungavanam activity. Let us hope that this year, let us have the faith in the God we express through our actions, preserving this nature. That's water, air and the earth. Preserving the water, it is the essential part of the Panchabodhas. So we put it as a campaign to protect our nature. That's what we aim by Punyam Bungavanam this year. Our honorable respected state police, he has been very kind enough to give all resources for the implementation of Punyam Bungavanam since last 4 years since he was the state police chief. And this year also, even though we are reduced to police persons for the general bandobast, lot of police persons are we have been given for this COVID, maintaining COVID protocol and plus promotion of Punyam Bungavanam. So on behalf of the Punyam Bungavanam and state Kerala police, sir, I welcome this Sri State Police Sri Lona Bara sir, welcome to this function as the president of this August function. Sri Brahmasri Kandar Rajivar Swami has been part of this Punyam Bungavanam since its inception in 2011. ബഹുമാനപ്പെട്ട തന്ത്രിയുടെ തുടക്കത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. Every year he used to be part of, whenever he has been here as the chief priest, he used to be part of this program. With his great blessings, we have been doing, we could do a lot of things. So Swami, ബഹുമാനപ്പെട്ട തന്ത്രികളെ ഈ സന്നിധിയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Justice Gobinathan sir, whenever we organize a program, this year we could organize a feed a stomach program, ഒരു വയറൂട്ടാം പദ്ധതി. അതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഞങ്ങളെ പോലീസിന്റെയും മറ്റു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടായി. ഡെസ്റ്റിറ്റ്യൂട്ട്സിനും ഹോസ്പിറ്റലിലെ വർക്കേഴ്സിനും ഹോസ്പിറ്റലൈസ്ഡ് പേഴ്സൺസിനും ഒക്കെ. അതിലെല്ലാം തന്നെ നമുക്ക് ആ പ്രോഗ്രാം കൊച്ചിയിൽ നടക്കുമ്പോൾ അതിന്റെ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു Justice Gobinathan sir, on behalf of Punyam Bungavanam and Kerala Police and all the team members, very heartily welcome to this program. നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് will be joining very soon because he is attending a meeting convened by Honorable Minister, and I will welcome on behalf of Punyam Bungavanam, I welcome Justice Sri N. Basu, Devasam President. Our this year's Punyam Bungavanam coordinating at Sannidhanam is Sri Srijit IPS IGP, and he also been very part of this initiative since its inception. On behalf of Punyam Bungavanam, sir, welcome to this program. നമ്മുടെ special commissioner Sri Manoj, he is the representing the High Court of Kerala. He also been very much part of this program. On behalf of Punyam Bungavanam, I extend hearty welcome to Sri Manoj. അതുപോലെ തന്നെ ശ്രീ ശാന്താശീല നായർ ma'am has been a very upright and very efficient civil servant and chief secretary of Tamil Nadu. Ma'am has been with the Punyam Bungavanam since last 2 years. Ma'am, on behalf of Punyam Bungavanam, I extend hearty welcome to this program. And Shriram Swami is a Periyasamy of Karnataka.
He has been with us since 2011, and he considered to be the Periyaswamy of Punyapungavanam also. Swami, you are most welcome to this program. And Sri Rejikumar Nambodiri, our Maligapuram Tirumeniയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ the backbones of this program, Sri Ambaswamy from Tamil Nadu, Chennai, Sri Vaidyanathan Swami from Tamil Nadu, Sri Ravichandran Swami from Tamil Nadu, Sri Babu Panikar from Delhi, Sri Krishnappa Swami from Karnataka, Sri Shagraj Swami Karnataka, Sri Ramana Reddy from Telangana, and Sri Lakshman Swami from Andhra Pradesh, and all the devotees across the world watching this program. I welcome all of you to this August function. Let us do something different this year by devoting ourselves to protect our nature, that is the water, air, and the earth. That is what we plan. So once again, all of you are welcome to this, and I extend my gratitude towards you because you have been extending all the helps and support for implementing this program for last 9 years. Thank you so much once again. Swami Sharanam. Next is the presidential address. I request Sri Loknath Behra IPS, DGP and State Police Chief, to deliver his presidential address. Most respectful and very respectful persons, distinguished persons attending this webinar, come inauguration of this holy function. I have no words to express the kind of feeling it generates when you think about this small program called Punyam Pungavanam. It has basically become a movement, not only a religious or cultural or social function. It has become a movement by itself. It has become a movement because the Lord's blessings are there and the people love it. Unless that love and passion is there with the people, this particular program will not be reaching that height as it has reached today. Before this August inauguration today, on a very holy and pious day, happening near the sanctum sanctorum of the great temple, in the presence of Lord Ayyappan, we feel that we are small people before the Lord. In what way we can actually do something? It is a question of, for me, it is a question of pleasing the Lord in our humble way. Because this temple, as you know, is very unique. It is situated in a unique topography. And when the temple is not open, all the great animals of the reserve forest and surrounding places come, and I say that, I tell that they also pray, they also worship the Lord. And if you are thinking about Prakriti, that is the nature, this program becomes the most important program. Unless until we keep our environment clean, the Lord will never be happy. So, you put it in that philosophical way, it is a service to the Lord in a very humble way. Our people, may it be police, devasam, health, or even all the worshipful priests, they all take part in this particular function, in this particular activity, and try their best to keep the area surrounding the temple elsewhere also clean, neat, so that
This gives the place the feeling of a great religious and worshipping place. Well, this is the 10th year, as you know, Bijayan just spoke. And 10th year is very important. Let the 10th year grow up to become 100 years. I am sure this will remain because this has a philosophical ethos in itself. Well, I do not want to speak much. I only say that it is a manifestation of the greatest secular traditions of this country. When I went to Erumeli last time, the kind of actually activities I saw there, I got emotional that such people are feeling in such a way. That is the true India. And people all over the country now seeing this particular function, maybe from outside also, they must only feel that even if they are not there, they can contribute, as Bijayan has said, in their respective religious places, whatever be the religion, to keep that place clean. Whether it is a kolam, whether it is a premises, whether it is the surrounding, keep everything very clean, and so that this is the one way of serving the Lord. I actually say that my colleague, Mr. Bijayan, has such a dedication. In spite of all the difficulties this year, we could actually do this one. I was not very confident whether we could be able to do this particular program. But because of the Lord's blessings and the efforts by Sri Bijayan and all the people who are supporting us in this has become a reality. And I do not want to say more. My greatest regards, respects, and compliments to all of you. And those people who have indirectly contributed to the success of this program, they have also to be complimented and saluted. Swami Saranam, Namaskar. സ്വാമി ശരണം. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഒരു വലിയ സംരംഭത്തിന്റെ ചെറിയൊരു തുടക്കമാണ് നമ്മളിവിടെ കുറിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പുണ്യനാട് ഭാരതം എന്ന് പറയുന്നത് ഒരു പൂങ്കാവനം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിൽ നോക്കിയാലും നമ്മുടെ ഈ മഹത്തായ ഈ ജന്മനാട് ഒരു പുണ്യം പൂങ്കാവനം തന്നെയാണ്. ഇവിടുത്തെ മാലിന്യം തുടച്ചു നീക്കുകയും പ്രകൃതിയെയും ജന്തുജീവജാലങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളൊരു മഹത്തായ സന്ദേശം കൂടെ ഈ പദ്ധതിയിലൂടെ. നമ്മുടെ ക്ഷേത്രങ്ങൾ, ക്ഷേത്രക്കുളങ്ങൾ ഇതെല്ലാം മോശമായ രീതിയിൽ കാണുന്നതെല്ലാം മാറ്റി നമ്മൾ ഏറ്റവും പവിത്രമായി സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമാണ് ഈ ഒരു കർമ്മത്തിൽ കൂടെ പുണ്യം പൂങ്കാവനം എന്ന പദ്ധതിയിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറണം. നമ്മളെല്ലാവരും നമ്മുടെ ഈ ക്ഷേത്രവും പരിസരവും കുളങ്ങളും കാവുകളും ഒക്കെ ശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് മാനവികതയുടെ ആവശ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ശബരിമലയിൽ എല്ലാ ഭക്തജനങ്ങൾക്കും എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നറിയാം. അതുകൊണ്ട് നമ്മുടെ വീട് തന്നെ ഒരു ക്ഷേത്രമായി മാറ്റുക, ശുദ്ധമായിട്ട് വയ്ക്കുക, വ്രതശുദ്ധിയോടുകൂടി അവിടെ ഇരിക്കുക.
അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി നമ്മുടെ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം. ഈ വ്രതത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ വീടും പരിസരവും നമ്മുടെ അടുത്തുള്ള ക്ഷേത്രവും എത്രയും ശുദ്ധമായി വെക്കാമോ, എത്രയും പവിത്രീകരിക്കാമോ, ആ ഒരു സന്ദേശം കൂടെ ഈ ഒരു കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ വീടും പരിസരവും ക്ഷേത്രവും പരിസരവും എല്ലാം നമ്മൾ ശുചിയായി സൂക്ഷിച്ചാൽ നമ്മുടെ ഈ ഭാരതം തന്നെ എത്ര മനോഹരമായിട്ട് മാറും. നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ നോക്കിയാൽ കാണാം എന്തുമാത്രം മാലിന്യ കൂമ്പാരമാണ് കാണുന്നത്. അത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് നല്ല ശീലങ്ങൾ വളർത്താം. ഇന്ന് തൊട്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക, നമ്മൾ നല്ല ശീലങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ നാടിനെ നശിപ്പിക്കുന്ന മാലിന്യത്തിൽ നിന്ന് നമ്മൾ മുക്തമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു മാലിന്യവും ഒരിടത്തും നിക്ഷേപിക്കാതിരിക്കുക, ക്ഷേത്രവും പരിസരവും ഏറ്റവും പവിത്രമായി സൂക്ഷിക്കുക, ഈ നാടും അതുപോലെ തന്നെ സംരക്ഷിക്കുക എന്ന് ചെയ്യാമെന്ന് നമുക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം. നിങ്ങളെ ഓരോരുത്തരെയും ഈ സംരംഭത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാമി. Thank you, Swami. Next is our keynote address. I request Sri Justice Gobinath P, Honorable Judge, High Court of Kerala, to deliver his keynote address. Swami Sarnaviyappa. ബഹുമാനപ്പെട്ട ശബരിമല തന്ത്രി ശ്രീ കണ്ഠരര് രാജീവര്, ബഹുമാനപ്പെട്ട മേൽശാന്തി ശ്രീ ജയരാജ് നമ്പൂതിരി, ശ്രീ ലോക്നാഥ് ബെഹ്റ IPS സ്റ്റേറ്റ് പോലീസ് ചീഫ്, ഈ പുണ്യം പൂങ്കാവനം പരിപാടിയുടെ നിലനിൽപ്പും അതിൻ്റെ തുടക്കം കുറിച്ച ആളുമായ ശ്രീ P. വിജയൻ IPS, ശ്രീ N. വാസു പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ശ്രീ M. മനോജ് സ്പെഷ്യൽ കമ്മീഷണർ, ശ്രീമതി ശാന്ത ഷീല നായർ ഫോർമർ ചീഫ് സെക്രട്ടറി തമിഴ്നാടു, ശ്രീ ശിവറാം സ്വാമി കർണാടക, and all others who have joined this program. Sabrimala is a place which is very close to my heart. I believe I have lost count of the number of times I have visited Sabrimala, but it must be at least 40 times in my, I'm 48, so at least 40 times I have visited Sabrimala. What we have felt over the years, the change that has happened in Sabrimala is Sabrimala has today become a very crowded place. In the earlier years when we used to go, the only food items that we used to get was kanji and kappa. Today, the hotels have and other establishments have come up in such a way that any kind of food is today available in Sabrimala. Now, the initiative of Punyam Pungavanam is to keep the premises of Sabrimala clean as much as possible. With the lakhs and lakhs of devotees that visit Sabrimala every year, of course this year will be an exception, the lakhs and lakhs of devotees that visit Sabrimala every year, this is a very, very challenging job. But I believe that with initiatives like this, like what we have, Punyam Pungavanam, I believe that we can do a lot to ensure that the immediate premises of the temple are kept clean and in a proper manner. Now, we have all read reports about waste generated at Sabrimala causing elephant deaths, so much of destruction in the nearby forests, etc. Now, what we have to understand is that Lord Ayyappa wanted to be in the midst of the forest. At least that's what we believe, that he had wanted a temple to be built for him in the midst of the forest so that he could be at peace and in tune with nature. So apart from other temples, I think Sabrimala is a place where one way of serving the Lord is to ensure that we keep the premises extremely clean
because Lord is one with nature. Lord Ayyappa is believed to be one with nature. So I think that Punyam Poonkavanam is something that should have started much earlier, but at least I think whatever I was just watching some videos yesterday regarding the Punyam Poonkavanam. So I came to understand that Mr. Vijayan had an idea one day to, when he was serving as special police officer at Sabarimala, to start cleaning activities in a small way. And today we are in the 10th year. So this is how I sincerely believe that idea was planted in Sri Vijayan's mind by Lord Ayyappa himself, because otherwise we all believe that everything that we do is the Lord's will. And I'm sure that that we will be able to take this forward in a beautiful manner. All of us must ensure that we also do our little bit for keep cleaning is one aspect. Not creating waste, I believe, is one other aspect that we must think about. We today bring everything today comes packed in plastic. Plastic is a big menace as far as Sabarimala is concerned. Everywhere it's a big menace. So I think at least if the Tantri and other people from who are taking part in this function can educate people coming to Sabarimala that they should not bring any plastic, even karpuram and camphor and whatever that they bring, if they can unpack it and pack it again in newspaper or some other paper, we can solve a lot of plastic problem in Sabarimala. The other problem I have noticed in Sabarimala is plastic cups and containers that we use for serving food. Now, to a large extent, it is difficult for us to control any of this. But I think if we can find alternative and environmentally friendly materials to use in place of paper cups and food containers, I think that is also something we should promote as much as possible, so that we can prevent the generation of such waste. That waste, I believe, is very difficult to collect and treat and all these things. And but I'm sure that I recently saw a video about waste treatment which is happening in Kunur. So what they're doing is they've put some methodology in place whereby all plastic and other waste are collected, segregated, and packed so that it can be utilized in other industries, etc. So I think this is a very good initiative. I thank every one of you for having given me this opportunity to address you all on this first day of Vrishchikam, which we all consider a very, very holy day. And I have only one request to Mr. Vijayan. Please allow me to participate in this function whenever possible. Please let me know what I can do for it. I would love to be part of this initiative. Thank you all. Thank you so much. എന്റെ സുഹൃത്ത് വിജയൻ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, പോലീസ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി IG വിജയൻ, അന്ന് അദ്ദേഹം IG ആണെന്ന് തോന്നുന്നില്ല എനിക്ക്, തുടങ്ങിയ ഒരു സങ്കല്പം ഇന്ന് ഈ കോവിഡ് ആനന്തര കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമായിരിക്കുകയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പുണ്യം പൂങ്കാവനം പദ്ധതി. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയും
അവധാനതയോടുകൂടിയും കഴിച്ചുകൂട്ടേണ്ട ഒരു കാലത്ത് ഈ ഒരു പദ്ധതി കഴിഞ്ഞ 9 വർഷമായിട്ട് നടക്കുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കുണ്ടാകാവുന്ന ആധി 10 മടങ്ങ് അല്ലെങ്കിൽ ശതഗുണീഭവിക്കുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തർക്കമൊന്നുമില്ല. ഒരുപാട് ക്ഷേത്ര പരിസരങ്ങളും ഇനിയും ശബരിമല മാത്രം പോരാ, ഈ പൂങ്കാവനം മാത്രം പുണ്യമായ പോരാ, കേരളത്തിലുടനീളമുള്ള എല്ലാ ക്ഷേത്ര പരിസരങ്ങളും ഇതുപോലെ പൂങ്കാവനങ്ങളാക്കി മാറ്റാനുള്ള വിജയന്റെ പദ്ധതിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അതില് പൂർണ്ണ രീതിയിലുള്ള പങ്കാളിത്തം ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും പങ്കാളിത്തം നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ ഈ കാണുന്ന എല്ലാ ക്ഷേത്ര സമുച്ചയങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈ പരിസരം മുഴുവൻ ശുചിയാക്കാനുള്ള ഒരു യത്നമായിട്ട് ഒരു തപസ്യയായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചതിൽ വിജയന്റെ പങ്ക് നിസ്തുലമാണ്. കേരള പോലീസിന്റെയും മറ്റ് ഇതിൽ സംബന്ധിച്ച എല്ലാവരുടെയും, ഗോപിനാഥ് സാറൊക്കെ ത്രൂ ഔട്ട് ഇതിന്റെ കൂടെ സഹകരിച്ചിരുന്നു എന്ന് എനിക്കറിയാം. വേറെ സാറിന്റെയും എല്ലാ അനുഗ്രഹങ്ങളും, പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവിധ സഹകരണങ്ങളും ഈ പദ്ധതിക്കുണ്ട്. ഇനിയും ഇത് ഉച്ചസ്ഥരം ഉയർന്ന് നമ്മുടെ ഈ പരീക്ഷണ കാലഘട്ടത്തിൽ മാത്രമല്ല, അത് കഴിഞ്ഞുള്ള കാലഘട്ടത്തിലും ഇത് തുടർന്നും നല്ല രീതിയിൽ ഒരു വലിയ നല്ല ശീലമായ മലയാളിയുടെ മനസ്സിൽ ആഴ്ന്ന് വേരുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഉദ്യമങ്ങളും വിജയിക്കുമാറാകട്ടെ. എന്നാലാവുന്ന എല്ലാവിധ സഹായങ്ങളും വ്യക്തിപരമായും ഔദ്യോഗികമായും ഇതിന് ഞാൻ തരുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചുള്ളതും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇത് വൻ വിജയമാക്കും എന്നുള്ള ആശംസയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Next is the special address by Srimati Shanda Sheila Nair IAS, former Chief Secretary, Government of Tamil Nadu. I request Madam to deliver her speech. Namaskaram. I am extremely happy to be part of this effort, and may I take this opportunity to once again congratulate and convey my blessings to Vijayan for taking from the place where I am, having been serving in the government of Tamil Nadu for more than 40 years. I can offer large ambition to Sabrimala, to instill in them the principles of the Punya Pungavanam, particularly cleanliness and maintaining mental and in their pilgrimage. We would like to the groups who are going to Sabrimala are given enough of publicity material on what is expected of them as pilgrims. Others have already spoken about the need for segregation of waste, etc. I don't want to go into that too much. We have been doing this for over 10 years. I would like to make a suggestion that we can put up booths in many parts on the way to Sabrimala and on the holy hill itself, where the incentives can be offered in exchange for the waste material. That is, plastic can be offered in terms of prasadam or some kind of an incentive that people are encouraged to keep the waste with them, not throw it away, and hand it over to a booth where they'll get something in exchange. Because sometimes we keep talking, but unfortunately, the way many of our pilgrims react is in terms of getting something back, and that may be a good idea because most of the plastic and all that have a good reusable value and it can be used. We can get professional solid waste management agencies to do this work, and if they are going to get some financial resources out of it, they will also actively participate in ensuring that waste comes to them instead of being thrown away. We have to also highlight very greatly the need to keep the river Pamba clean, and
we have to perhaps put up a lot more of boards and signages to prevent people from having their ritualistic bath in the Pamba just to take a few drops and purify themselves instead of throwing away their old clothes and having a bath itself in the Pamba. We should, I think, try to prevent that, and our aim should be to see that Pamba river water is good enough to drink, because it's a tirtham and it's a holy water, and it should be fit enough for that. And we can ask all pilgrims to contribute to this effort. And I would like to assure you of all assistance from our side, from all the temples and groups of pilgrims coming from Tamil Nadu to Sabrimala. We will try to get this message across, especially in all the Ayyappan temples all across Tamil Nadu and in Chennai, where large numbers of pilgrims are gathering to perform the various pujas before setting out on the pilgrimage. I think we can also take the message of prevention of COVID to this time to the pilgrims in terms of maintaining social distance and wearing masks and keeping themselves physically clean. The challenge this year in Sabrimala is much more than in previous years, because not only do we have to keep the temple and the premises clean, we have to make sure that there is no outbreak of the pandemic in view of the large numbers of pilgrims that will be congregating. Though the numbers are restricted, still they are numbers which are high in terms of capability and potential for pandemic outbreak. So we have to convey this message also, that we have to be safe. We have to see that we are not ourselves transmitters, that we do not become victims of the disease. This message also needs to be taken. And one of the points about prevention in COVID is cleanliness. Again, wash your hands, keep yourself clean, sanitize yourselves. So the cleanliness message, along with the message of prevention of COVID, can also be repeated over and over again through public address systems and through printed leaflets and other materials. I will keep in touch with Ambasamudram and others from Tamil Nadu who are active in the area of conveying this message to the Ayyappa pilgrims going from Tamil Nadu, and whatever else you would like me to do in terms of governmental support or asking the department concerned to put up notices in all the temples in Tamil Nadu, etc. I will be happy to assist in that. And let me take this opportunity to wish Vijayan, Sri Vijayan in particular, the very best. He will have the blessings of Lord Ayyappa. He already has it, but Lord Ayyappa will bless his efforts abundantly. And today's effort of launching this program throughout Kerala and throughout the country, in all holy places, in all pilgrim centers, is really a great step forward. And I am honored and privileged to be part of this effort. And I promise that I will give you the best of my assistance and involvement and participation in this great effort. We do hope that Pungavanams can be formed from Kashmir to Kanyakumari all over Tamil Nadu, and Lord Ayyappa will bless us in this effort. Thank you very much. ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പുണ്യപൂങ്കാവനവുമായി സംബന്ധിച്ച വിവരങ്ങൾ എല്ലാ സ്വാമി ഭക്തർക്കും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പുതിയതായിട്ടൊരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിന്റെ ലോഞ്ചിനും സ്വാമിമാരോട് സംസാരിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എൻ വാസു അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാന്യരെ, ഈ ചടങ്ങില് പങ്കെടുത്തിട്ടുള്ള വിശിഷ്ട വ്യക്തികള്, പ്രിയപ്പെട്ട പുണ്യം പൂങ്കാവനത്തിന്റെ പ്രവർത്തകർ, പുണ്യം പൂങ്കാവനം ഇന്ന് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തീർച്ചയായും ശബരിമലയിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു 8-9 വർഷമായി വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് ശ്രീ വിജയനെ വിളിച്ചാലും തെറ്റില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ തന്നെ ഒരു ആശയമാണ് ഇവിടെ പിന്നീട് രൂപപ്പെട്ട് ഇതിന്റെ പ്രശസ്തി നമ്മുടെ രാജ്യത്തെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ശബരിമലയിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ശബരിമലയിൽ എത്തുന്ന ഓരോ ഭക്തന്റെയും കടമയാണ്. അത് ശബരിമലയ്ക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനാകെ നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. ഉറവിട മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ പൗരന്റെയും ഉത്തരവാദിത്വമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ സന്ദേശം നൽകിയ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്ലാഘനീയമാണ്. ഇവിടെ ഇന്ന് നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ തീർത്ഥാടന കാലത്ത് പുണ്യം പൂങ്കാവനത്തിന്റെ സേവനം മുൻവർഷത്തെ പോലെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. Thank you, sir. Now I request Sri Sivaraman Swami from Karnataka to deliver his valuable words. പുണ്യം പൂങ്കാവനത്തിന്റെ ഈ ഓൺലൈൻ സൂം മീറ്റിംഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അത് ഏതാണ്ട് അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ബി കൃഷ്ണകുമാർ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറിനെ ക്ഷണിച്ചുള്ളൂ. ആദരണീയനായ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ IPS സാർ, നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ എല്ലാമായ നേതൃത്വം കൊടുക്കുന്ന ആദരണീയനായ IGP ശ്രീ P. വിജയൻ IPS സാർ, വേദിയിലുള്ള മറ്റ് ആദരണീയരെ, ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്ത സമാദരണീയരെ, പ്രിയപ്പെട്ടു, വളരെ വളരെ പ്രസക്തമായ, ഏതാണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പരമപ്രധാനമായ ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ലക്ഷത്തിലധികം ആളുകൾ ലോകമെമ്പാടും നമ്മുടെ ഈ പരിപാടി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കും. കോടിക്കണക്കിന് ആളുകളിലേക്ക് മെസ്സേജ്
പകർന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അതിന്റെ പ്രസക്തി എത്ര പറഞ്ഞാലും മതിയാകില്ല. പയ്യ വേളയിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ശ്രീജി സാറൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി, മറ്റ് ബഹുമാന്യരായ ഒരുപാട് സീനിയർ ഓഫീസേഴ്സ്, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ ഒത്തിരി പറഞ്ഞു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് ആദ്യമായി നന്ദി ആശംസിക്കേണ്ടത് നമ്മുടെ ഈ ചടങ്ങിന് ആധ്യക്ഷം വഹിച്ച പ്രസിഡൻഷ്യൽ അഡ്രസ് മനോഹരമായി കാര്യങ്ങൾ പറഞ്ഞ നമ്മുടെ ആദരണീയ സംസ്ഥാന പോലീസ് മേധാവിക്കാണ്. ശ്രീ ലോക്നാഥ് ബെഹ്റ IPS അവർക്ക് ഈ പ്രോജക്റ്റിന്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇതിനെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശ്രീ നമ്മുടെ മേൽശാന്തി ജയരാജ് നമ്പൂതിരി അവർ, നമ്മുടെ പ്രോജക്റ്റിന്റെ എല്ലാമായ വിജയൻ സാറ്, നമ്മുടെ ആദരണീയനായ തന്ത്രി ഉദ്ഘാടകൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ആദരണീയ ബ്രഹ്മശ്രീ കണ്ഠർ രാജീവരു അവർ, കിനോട്ട് അഡ്രസ് നടത്തിയ വളരെ തിരക്കിനിടയിലും അദ്ദേഹം ബഹുമാനപ്പെട്ട ആദരണീയനായ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഗോപിനാഥ് സാറ്, ഇന്ന് കോടതിയുണ്ട്, അതിനിടയ്ക്ക് തന്നെ അദ്ദേഹം ആ സമയം കണ്ടെത്തി നമ്മുടെ പരിപാടിക്ക് അദ്ദേഹം കീനോട്ട് അഡ്രസ് നടത്തി. പിന്നെ ഈ ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത അദ്ദേഹം, കുറച്ചുപേര് വരാനുണ്ട്, അവര് നെറ്റിന്റെ ചില ബുദ്ധിമുട്ടുകളും ചില തടസ്സങ്ങളുമാണ്. എല്ലാവരും പങ്കെടുത്തു എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ശ്രീമതി ശാന്ത ശീല നായർ IAS, ശ്രീ ശിവറാം സ്വാമി കർണാടക, ശ്രീ രജികുമാർ നമ്പൂതിരി, ശ്രീ അംബാശങ്കർ സ്വാമി തമിഴ്നാടു, വൈദ്യനാഥൻ സ്വാമി തമിഴ്നാടു, രവിചന്ദ്രൻ സ്വാമി തമിഴ്നാടു, ശ്രീ ബാബു പണിക്കർ കർണാടകയിൽ നിന്ന്, ശ്രീ കൃഷ്ണപ്പ സ്വാമി കർണാടക, ശേഖർജി സ്വാമി തെലങ്കാന, രാമണ്ണ റെഡ്ഡി ആന്ധ്രാപ്രദേശ്, ലക്ഷ്മൺ സ്വാമി, ഇവിടെ നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ പ്രമോദ് ഉണ്ട്, ഒരുപാട് പോലീസ് ശ്രീ രമേശ്, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രമേശ് ഉണ്ട്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര്, അയ്യപ്പ സേവാ സംഘം, ശബരിമലയുടെ വിവിധ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇതിനുവേണ്ടി എത്രയോ വർഷങ്ങളായിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്നവര്, ഇത് ശ്രമിച്ചുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് 10 ലക്ഷം പേര് നേരിട്ട് ഇത് വാച്ച് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി എല്ലാവർക്കും വേണ്ടി ഹാർദമായിട്ട് നന്ദി അറിയിക്കുന്നു. സ്വാമി ശരണം. സ്വാമി ശരണം. നമ്മുടെ ഈ പരിപാടി അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.